ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോസിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കണം. നമ്മ ഈ വഴി പാസ് ചെയ്തപ്പോൾ നമ്മ കണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച കേട്ടാ. അപ്പൊ നമ്മ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ ക്യാമറ കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വീഡിയോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പോലെ എല്ലാ ദിവസവും പറയും പോലെയുള്ള വർക്കിനെ ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അല്ല നമ്മൾ ഇന്ന് ചെയ്യണത്. ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണത ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് കാണാം എന്താണെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഭംഗിയായിട്ടുള്ള കാഴ്ച. അപ്പൊ നമ്മുടെ പാടങ്ങൾ എല്ലാ സ്ഥലത്തും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാടങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും പാടം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകണം ഇവിടുത്തെ ആൾക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ കാഴ്ച നോക്കി, ഞാറ് നട്ടിട്ട് ഞാറ് ഒരുവിധം ഒരു 4 ഇഞ്ച് ഹൈറ്റ് വരെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ ഇവിടെ കാണാനായിട്ട് ഇത് അടിപൊളിയായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാടങ്ങളിൽ നമ്മ അവിടെ പോയി നിന്ന് തന്നെ അതിന്റെ ഭംഗി ആസ്വദിക്കണം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവര് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, പണിക്കാരൊക്കെ ആ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ആ കരയിൽ കൂടി അങ്ങോട്ട് പണിക്കാർ നമ്മുടെ ഈ ഞാറിന്റെ വളമൊക്കെ ഇട്ടിട്ട് പണിക്കാരൊക്കെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഞാറ് നടന്നൊരു ഇതിലിങ്ങനെ നിക്കണോണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മ ആരെയും കാണുന്നില്ല, പണിക്കാരല്ലാതെ വേറെ ആരെയും നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാത്തത്. അപ്പൊ നിങ്ങളിത് വിശാലമായിട്ടൊന്ന് വീഡിയോ കൂടി ഒന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫീല് അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ആ പാടത്തിന്റെ കരയിൽ തന്നെ പോയിരുന്നാൽ മാത്രം എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നേക്കുമ്പോഴുള്ള ആ ഒരു കാറ്റും ആ ഒരു കാലാവസ്ഥയും പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള ഈ ഒരു ഭംഗി അതെപ്പോഴും നമ്മ പറയാൻ പറ്റൂല. അത് എപ്പോഴും കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഇത് വളർന്ന ഒരുവിധം ഈ ഞാറ് നട്ടേക്കുന്ന ഒരുവിധം ഹൈറ്റിൽ വളർന്ന ഒരുവിധത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒരു വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫുള്ളായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല. പച്ച, ഈ വെള്ളം പോലും കാണാൻ പറ്റാത്ത ഇത് പച്ച ഇങ്ങനെ ഫുൾ പച്ച പിടിച്ച് കിടക്കും പോലെ ആയിരിക്കും ഇവിടെ ഉള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ അത് നമ്മള് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങള് വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഒരു അത്യാവശ്യം നല്ല പോലെ ഇങ്ങനെ പരന്ന് കിടക്കണേന്. അതിപ്പോ അറിയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഞാറ് നട്ടിട്ട് ഞാറ് അധികം ഹൈറ്റിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഇങ്ങനെ പോയാലും നല്ല ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇത് മൊത്തം വളർന്നു വരുമ്പോഴുള്ള ഒരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞൊരു ഭംഗി. അപ്പൊ പാടവും ഇതേപോലെ നെൽപ്പാടങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നശിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇതേപോലെ നമ്മുടെ നാട്ടില് ഇതേപോലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ കാണാൻ കിട്ടുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കുട്ടനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലേ ഈ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പാലക്കാട് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇന്നത്തെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി പാസ് ചെയ്ത് പോയപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ മനസ്സിന് ഒരു കുളിർമ വന്നൊരു കാഴ്ചയിൽ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇതാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും, നമ്മൾ നിങ്ങളിലും കാണിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ കൂടുതലെടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിപ്പോ ഒരു വർക്കിന്റെ വീഡിയോ ഒന്നുമില്ല, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്താണ് ഒക്കെ നിങ്ങളെ കാണിച്ചിരിക്കും. ഇനി കൂടുതൽ വീഡിയോ സംസാരിച്ച് നമ്മൾ വീഡിയോയിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.